ും മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മയുണ്ടോ? ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ ഞാനും നിങ്ങളും എന്തൊക്കെ പേക്കൂത്തുകൾ കാണിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. നമസ്കരിക്കാൻ സമയത്തിന് വിളിച്ചാ പോകില്ലല്ലോ, നമസ്കരിക്കാറില്ല, നല്ല കാര്യങ്ങൾ ചെയ്യാറില്ല, തോന്നുന്നത് പോലെ പടച്ചവനെ ഞാനാണ് വലുതെന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ, ഒരു ദിവസം മരണം തേടി വരുമല്ലോ. ഒരു ദിവസം എന്തായാലും എന്നെ തേടി അസ്റായിൽ വരുമല്ലോ. എന്ത് ചെയ്യും സഹോദരാ? എന്തേ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? കുല്ലു നഫ്സിന് ദായിഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാ. അല്ലാഹുവാണ് പറഞ്ഞത് മരണത്തിന് വേദനയുണ്ടെന്ന്. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ സ്വർഗം തുറക്കുന്ന മുത്തുനബിയാ കരയുന്നത്, വെള്ളം കോരി മുഖത്തൊഴിക്കുന്നത്. എന്തിന്റെ പേരില്? മരണവേദന സഹിക്കാൻ കഴിയാതെ, മരണവേദന സഹിക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്ന് പിടയുകയാണ്. ആയിഷാ ബീവിയുടെ മടിയിൽ കിടന്ന് റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഭാര്യയുടെ മടിയിലാ കിടന്നത്. എന്തൊരു ഭാഗ്യമെന്നറിയോ, എന്തൊരു ഭാഗ്യമെന്നറിയോ? ആയിഷാ ബീവിക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ ഒരു സ്ഥാനമല്ലേ മുത്തുനബി. ആയിഷാ ബീവിയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. ആയിഷാ ബീവി തലയെടുത്ത് മടിയിൽ വെച്ചോ, വെള്ളം തുണിയിൽ മുക്കിയിട്ട് മുത്തുനബിയുടെ മുഖം തുടയ്ക്കുകയാണ്. ഫാത്തിമ ബീവി അടുത്തിരുന്ന് ഉപ്പാന്റെ ശരീരം തടകുകയാ. പടച്ച റബ്ബേ, അവസാനം റസൂലുള്ള എഴുന്നേറ്റു. പ്രവാചകന് മിസ്വാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ മിസ്വാക്ക് എടുത്തിട്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ മുത്തുനബിയുടെ കൈ അനങ്ങുന്നില്ല. റസൂലുള്ളാഹി തങ്ങളുടെ കൈ ചലിക്കുന്നില്ല. റസൂലുള്ളാഹിയോട് ആയിഷാ ബീവി ചോദിച്ചു, നബിയേ ഞാൻ തേച്ചു തരട്ടെ? നബിയേ അങ്ങയുടെ പല്ല് ഞാൻ തേച്ചു തരട്ടെ? സ്വന്തം വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് ആയിഷാ ബീവിയുടെ കഴുത്തിന്റെ താഴെ ആ നെഞ്ചത്തിങ്ങനെ ചാരിയിരിക്കുമ്പോ കുഞ്ഞ്